ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജമൈക്ക കിൻകെയ്ഡിൻ്റെ ദ ഗേൾ എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിൻ്റെ നമുക്ക് ആദ്യമേ ഓർഡറിലോട്ട് പോവാം. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇപ്പോൾ ജമൈക്ക കിൻകെയ്ഡ് എന്നുള്ളത് എലൈൻ പോട്ടർ റിച്ചാർഡ്സണിൻ്റെ, അതായത് അവരുടെ റിയൽ നെയിം എന്ന് പറയുന്നത് എലൈൻ പോട്ടർ റിച്ചാർഡ്സൺ എന്നാണ്. അപ്പോൾ അവരുടെ പെൻനെയിമാണ് ജമൈക്ക കിൻകെയ്ഡ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ജമൈക്കയിൽ നിന്ന് വരുന്ന റൈറ്റർ. കരീബിയൻ അമേരിക്കൻ റൈറ്ററാണ് ഇവർ. ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, എസ്സേസ് ഒക്കെയാണ് എഴുതുന്നത്. എപ്പോഴും ഫാമിലി റിലേഷൻഷിപ്സിനെയൊക്കെ കുറിച്ചായിരിക്കും കൂടുതലും പോർട്രേ ചെയ്യുന്നത്. ആൻഡ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അറ്റ് ദി ബോട്ടം ഓഫ് ദി റിവർ എന്നുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ ഗേൾ എന്നുള്ള ഈ ഒരു വർക്ക്. പിന്നെ ഗേൾ എന്നുള്ള ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വലിയ സെൻറ്റൻസ്, അതായത് ഈ ഒരു 2 പേജ് എങ്ങാണ്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ് എന്ന് നമുക്ക് പറയാം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയെ. ആ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരൊറ്റ സെൻറ്റൻസിൽ നിൽക്കുന്ന ഒരു പാരഗ്രാഫാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെൻറ്റൻസിനെ ലെങ്തി ആയിട്ട് എലോങ്ങേറ്റ് ചെയ്ത് വലിച്ചിങ്ങനെ കൊണ്ടുപോയി ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തി, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒറ്റ പാരഗ്രാഫ് ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു വലിയ സെൻറ്റൻസ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്, പങ്ക്ച്വേഷൻസ് അല്ല, ഫുൾ സ്റ്റോപ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു വലിയ സെൻറ്റൻസ് ആണ് ഇങ്ങനെ ഈ ഷോർട്ട് സ്റ്റോറി പോലെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്മയാണ് സ്പീക്കർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അമ്മ സംസാരിക്കുവാണ് മകളുടെ അടുത്ത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ മകളുടെ വ്യൂ പോയിന്റിൽ നിന്ന് പറഞ്ഞു പോവുകയാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു നറേറ്റർ എന്ന് തന്നെ പറയാം. പക്ഷേ ആ നറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അമ്മ സംസാരിക്കുന്നത് നമ്മളോട് പറയുവാണ് ഈ പെൺകുട്ടി അവളുടെ വ്യൂ പോയിന്റിൽ. അപ്പം ഈ കുട്ടിയാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞ നറേറ്റർ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിലാണ് പറഞ്ഞു പോകുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് ഒരു ഫുൾ സ്റ്റോപ്പും ഇല്ല, ഒരു എൻഡും ഇല്ല, അതിങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു പോകുന്നതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് ഫ്രീ ടോക്കിംഗ് അല്ലെങ്കിൽ ഫ്രീ റൈറ്റിംഗ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്. അപ്പോൾ ഇവിടെ ഗേള്, ഇപ്പോൾ ഇവിടെ അമ്മയോ ഗേൾ അല്ലെങ്കിൽ ഗേളാണ് ശരിക്കും. അമ്മ കുട്ടിയെടുത്ത് പറയുകയാണ്, കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അഡ്വൈസ് കൊടുക്കുന്നു, ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പം ഗേൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൾ 2 പ്രാവശ്യം മറുപടി പറയുന്നുണ്ട്. അവളുടെ മറുപടി എന്ന് പറയുന്നത് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുമുണ്ട്. ബാക്കിയെല്ലാം അമ്മ സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്തിനെക്കുറിച്ചൊക്കെ ആയിരിക്കും അമ്മമാർ അഡ്വൈസ് കൊടുക്കുന്നത്? സീരീസ് ഓഫ് അഡ്വൈസസ് ബേസ്ഡ് ഓൺ ഹൗ ടു ഡു ദ ഹൗസ് ഹോൾഡ് ചോർസ്. അതായത് ലോണ്ട്രി എങ്ങനെ ചെയ്യണം, സ്യൂയിങ് എങ്ങനെ ചെയ്യണം, അയണിങ് എങ്ങനെ ചെയ്യണം, കുക്കിംഗ്, അതുപോലെ തന്നെ ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം, സ്വീപ്പിംഗ് എങ്ങനെ ചെയ്യണം, വാഷിംഗ് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ഒരു അഡ്വൈസാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആ അഡ്വൈസ് പറഞ്ഞ് മകള് സെക്ഷുവലി പ്യുവർ ആയിരിക്കണം എന്നുള്ള രീതി വരെ ആവും ആ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ സോ ഇവിടെ ഒരു ടു ഡു ലിസ്റ്റാണ് അമ്മ പറയുന്നത്. ഹൗ ടു ഡു ലിസ്റ്റും ടു ഡു ലിസ്റ്റുമാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. 650 വേർഡ്സ് മാത്രമാണിത്. ഒരൊറ്റ സെൻറ്റൻസിനെയാണ് ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഒരു വലിയ പാരഗ്രാഫ് എന്ന് നമുക്ക് പറയാം. ഒരു പെർഫെക്റ്റ് വുമൺ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ അമ്മ ഡെപ്പിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതൊരു മൈക്രോ ഫിക്ഷൻ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ഫിക്ഷൻ എക്സാമ്പിളാണ്. മൈക്രോ ഫിക്ഷൻ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് ഫിക്ഷണൽ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെ മൈക്രോ ഫിക്ഷനോ അല്ലെങ്കിൽ ഫ്ലാഷ് ഫിക്ഷനോ നമുക്കിതിനെ പറയാം. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ദ ഗേൾ എന്നാണ്, അല്ലേ? അപ്പം അമ്മ ഇവിടെ എന്താണ്, ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അമ്മ പറയുവാണ്, മൺഡേ മാത്രമേ വൈറ്റ് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ പാടുള്ളൂ, ആൻഡ് അത് കല്ലിൽ വേണം കൊണ്ടിടാനെന്ന് പറയുവാണ്. പിന്നെന്താണ്, കളർ ക്ലോത്ത്സ് ട്യൂസ്ഡേ മാത്രമേ വാഷ് ചെയ്യാവൂ, ആൻഡ് ക്ലോത്ത്സ് ലൈൻ അത് എന്ത് ചെയ്യണം, മറ്റേ അശയിൽ പോലത്തുള്ള ക്ലോത്ത്സ് ലൈനിലിട്ട് വേണം നമ്മൾ ഡ്രൈ ചെയ്യാൻ. പിന്നെന്താണ്, ഹോട്ട് സൺ, നമുക്ക് ഇവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിനെ കുറിച്ചും ഏകദേശം ഐഡിയ കിട്ടും. അതായത് വളരെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സൺ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പം തലയിൽ തുണിയിടാതെ ബെയർ ഹെഡായിട്ട് വെയിലത്ത് നടക്കരുതെന്ന് പറയുന്നുണ്ട്. പംകിൻ ഫ്രിറ്റേഴ്സ് എവിടെ വേണം, പംകിൻ ഫ്രിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫുഡ്. ഈ പംകിനൊക്കെ എങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്ന് ഇവരിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഹോട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഓയിലിൽ വേണം ഫ്രൈ ചെയ്യാൻ. പിന്നെന്താണ്, ലിറ്റിൽ ക്ലോത്ത്സ് ഒക്കെ നീ കഴുകിയിട്ടിട്ട് ഉടനെ തന്നെ അത് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ലിറ്റിൽ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നർ ഗാർമെന്റ്സ് അല്ലെങ്കിൽ അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദാറ്റ് അപ്പോൾ നമുക്ക് വേറെ ഐഡിയ കൂടി മനസ്സിലാവും, കുട്ടി മെൻസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ കുട്ടി ഒരു അഡോളസന്റ് ഏജിൽ വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ദെൻ കോട്ടൺ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക,
ഒരു നൈസ് ബ്ലൗസ് തയ്പ്പിക്കാൻ ശ്രമിക്കുക, കോട്ടൺ ക്ലോത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ അതിനകത്ത് ഗം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതായത് വാഷിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു തുണി നമുക്ക് എന്താ പറയുക അശയിലിട്ട് ഉണക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. സോൾട്ട് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. സൺഡേ സ്കൂളിൽ ബെന്ന എന്നുള്ള പാട്ട് പാടരുതെന്ന് പറയുന്നുണ്ട്. ഈ ബെന്ന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ BENNA, ബെന്ന എന്ന് പറയുന്നത് ഈ സെക്ഷുവൽ അണ്ടർടോൺസ് ഉള്ള പാട്ടാണ്, ഒരു ഗോസിപ്പ് പാട്ടാണ് ബെന്ന എന്ന് പറയുന്നത്. അത് സൺഡേ സ്കൂളിലെങ്ങും പോയി അവിടെ നിന്ന് പാടരുതെന്ന് പറയുവാണ്. ആൻഡ് അതുപോലെ തന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുക. സൺഡേസിലൊക്കെ, എസ്പെഷ്യലി സൺഡേസ് എന്ന് പറയുമ്പോൾ ചേർച്ച് ഡേയ്സ് ആണല്ലോ. അപ്പോൾ ഒരു സാധാരണ ഒരു നോർമൽ ലേഡി അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ലേഡി നടക്കുന്നത് പോലെ നടക്കുക. അല്ലാതെ സ്ലട്ട്സ് അല്ലെങ്കിൽ ഒരു സ്ലട്ട് ആവാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ ഈ പന്ന സ്ത്രീകൾ നടക്കുന്ന പോലെ നടക്കരുത്. സ്ലട്ട് എന്ന് പറയുമ്പം എന്തോ പറയുന്ന ഒരു സെക്ഷുവലി പ്രൊമിസ്ക്വസ് ആയിട്ടുള്ള സ്ത്രീകൾ നടക്കുന്ന പോലെ, അതായത് കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് നടക്കുന്ന പോലെ നടക്കരുത് എന്ന് പറയുവാണ്. അതൊരു നോർമൽ ഡീസൻ്റ് ആയിട്ടുള്ള ലേഡി നടക്കുന്ന പോലെ വേണം നീ നടക്കാൻ. നീ ഒരു സ്ലട്ടായി മാറരുത്. അപ്പം ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ എന്താ പറയുക കെയർഫുൾ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പന്ന സ്ത്രീ ആയിട്ട് മാറരുത് ഇങ്ങനെ പറയുന്നുണ്ട്. മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ സൺഡേ സ്കൂളിൽ വീണ്ടും പറയുന്നുണ്ട് സൺഡേ സ്കൂളിൽ ബെന്ന പാടരുതെന്ന്. അതുപോലെ തന്നെ ചില ബോയ്സിൻ്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഡയറക്ഷൻസ് പോലും പറഞ്ഞു കൊടുക്കരുത്. സ്ട്രീറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിച്ച് നടന്നു കഴിഞ്ഞാൽ ഫ്ലൈസ് വരുമെന്നാണ് പറയുന്നത്, പുറകിൽ, അതായത് ഈച്ചകൾ വരും. ആൻഡ് അതുപോലെ തന്നെ അപ്പോൾ കുട്ടി ഉടനെ പറയുന്നുണ്ട് ഇറ്റാലിക്സിൽ. പിന്നുള്ളത് ഗേളിൻ്റെ റെസ്പോൺസാണ്. ഗേൾ പറയുവാണ്, ഞാൻ പക്ഷേ സൺഡേസിലൊന്നും പോയി എന്താ പറയുക ബെന്ന ഒന്നും ഞാൻ പാടത്തില്ല. ആൻഡ് ഞാൻ സൺഡേ സ്കൂളിൽ എന്തായാലും ഞാൻ പോയി പാടത്തില്ല ഈ ബെന്ന എന്നുള്ള സോങ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ ബട്ടൺ എങ്ങനെ തയ്ക്കണമെന്നും അതുപോലെ തന്നെ ബട്ടൺ ഹോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഈ അമ്മ പ്രാക്ടിക്കൽ ഒരു നോളജ് പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സിന് എങ്ങനെ ഹെം തയ്ക്കണമെന്നുള്ളതും, പിന്നെ ഡ്രസ്സ് ഇങ്ങനെ ഹെം തയ്ച്ചില്ലെങ്കിൽ എന്താണ് താഴ്ന്നു വരുമെന്നും, താഴ്ന്നു വന്നു കഴിഞ്ഞാൽ സ്ലട്ടിനെ പോലെ എല്ലാവരും കാണത്തോളെന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കാക്കി ഷർട്ട് അയൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അത് ഒരു ചുളിവുമില്ലാതെ ഒരു ക്രീസും ഇല്ലാതെ വേണം യു ഷുഡ് അയൺ യുവർ ഫാദേഴ്സ് കാക്കി ഷർട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, അത് വീണ്ടും റിപ്പീറ്റഡ് ആക്കുന്നുണ്ട്, 2 തവണ റിപ്പീറ്റഡ് ആക്കുന്നുണ്ട്. കാക്കി പാൻസ് ഇങ്ങനെ വേണം ക്രീസ് ഇല്ലാതെ തയ്ക്കാൻ അല്ലെങ്കിൽ തേക്കാനെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒക്ര എന്നുള്ളൊരു വെജിറ്റബിൾ, അത് വീട്ടിൽ നിന്ന് ദൂരെ വേണം നടാൻ, കാരണം ചുമന്ന ആൻസ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒക്ര ഉണ്ടെങ്കിൽ ചുമന്ന റെഡ് ആൻസ് വരും. ആൻഡ് അതുപോലെ തന്നെ ഡാഷീൻ എന്നുള്ള, അതായത് ഒരു കൈൻഡ് ഓഫ് കോണാണ് കേട്ടോ ഡാഷീൻ പോലെയുള്ള ഇത് ഡാഷീൻ പോലെയുള്ള ഇത് നടുവാണെന്നുണ്ടെങ്കിൽ പ്ലെൻറ്റി ഓഫ് വാട്ടർ ഉള്ള സ്ഥലത്ത് വേണം നടാനും, അല്ലെങ്കിൽ പ്ലെൻറ്റി ഓഫ് വാട്ടർ ഒഴിക്കുകയും വേണം അതിന് ആ ചെടിയിൽ, അല്ലെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ത്രോട്ട് ഇച്ച് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കോർണേഴ്സ് എല്ലാം നല്ലപോലെ സ്വീപ്പ് ചെയ്യണം റൂം സ്വീപ്പ് ചെയ്യുമ്പോൾ. ആൻഡ് ഒരു ഹോൾ ഹൗസ് സ്വീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുറ്റം എങ്ങനെയാണ് സ്വീപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരുപാട് ആളുകളെ നോക്കി സ്മൈലി ചെയ്യരുത്. നിനക്ക് ഇഷ്ടമുള്ള ആളെ കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്മൈലി ചെയ്യുക, ഇഷ്ടമില്ലാത്തവരെ കാണുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം സ്മൈൽ ചെയ്യാൻ. അതായത് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ കുറച്ച് സ്മൈൽ ചെയ്യുക, ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്മൈൽ ചെയ്യുക, അങ്ങനെയൊക്കെ പറയുകയാണ്. ടേബിളിന്, അതായത് ടീ സെറ്റ് ചെയ്യുവാണെങ്കിൽ ടേബിളിൽ ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ, ഡിന്നറിന് സെറ്റ് ചെയ്യുവാണെങ്കിൽ വേറെ രീതിയിൽ വേണം ടേബിൾ സെറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഡിന്നറിന് അതും വേറെ രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലഞ്ചിനും വേറൊരു രീതിയിലാണ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിന് വേറെ രീതിയിലാണ്. ആൻഡ് ആണുങ്ങളുടെ പ്രസൻസിൽ വേറെ നല്ല രീതിയിൽ വേണം നിൽക്കാൻ, അല്ലാതെ പന്ന രീതിയിലൊന്നും നിൽക്കരുത്. പിന്നെന്താണ്, അല്ലാതെ നീ സ്ലട്ടായി മാറരുത്. ഡോണ്ട് ബി എ സ്ലട്ട് എന്നിങ്ങനെ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് ഈ കൊച്ചിൻ്റെ അടുത്ത്. ആൻഡ് അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ എപ്പോഴും, അതായത് ബോഡി എപ്പോഴും വാഷ് ചെയ്യുക. പിന്നെന്താണ്, സ്ക്വാറ്റ് ചെയ്ത് മാർബിൾസ് പ്ലേ ചെയ്യരുത്, നീ ഒരു ആൺകുട്ടിയല്ല, അതായത് കുത്തിയിരുന്ന് മറ്റേ ഗോലി കളിക്കരുതെന്ന് പറയുവാണ്. ആൺകുട്ടികളെ നീ ഒരു ആൺകുട്ടിയല്ല എന്ന് ഓർമ്മ വേണം എന്ന് പറയുവാണ്. പിന്നെന്താണ്, ആളുകളുടെ പൂക്കളൊന്നും പിച്ചരുത്, എന്തെങ്കിലും ആ പൂമ്പൊടിയിൽ നിന്ന് എന്തെങ്കിലും അസുഖം വരും. ബ്ലാക്ക് ബേർഡ്സിനെ കല്ലെടുത്ത് എറിയരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്രെഡ് പുഡിങ് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, പെപ്പർ പോട്ട് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഗുഡ് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം പനി വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, അബോർഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊരു ചൈൽഡ് ആവുന്നതിന് മുന്നേ തന്നെ നല്ല മെഡിസിൻ കഴിച്ച് അതിനെ അങ്ങ് കളയണം എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഫിഷിനെ ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇഷ്ടമല്ലാത്ത ഫിഷ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചെറിയുന്നത് എങ്ങനെയാണെന്ന് വെള്ളത്തിലോട്ട്. പിന്നെന്താണ്, ഒരു മാനിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, പിന്നെ ഒരു മാൻ എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ ഒരു മാനിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും, അയാളെ എങ്ങനെയാണ് സെഡ്യൂസ് ചെയ്ത് കല്യാണം കഴിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്താണ്, ഇതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ നീ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, അതായത് ഒരാളെ കല്യാണം കഴിച്ചിട്ട് അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ. പിന്നെ
മുടി എങ്ങനെ ഇടണം എന്ന് പറയുന്നുണ്ട്, മുടി എങ്ങനെയാണ് ഡ്രൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ വേണം ജീവിക്കാൻ എന്ന് പറയണം. ആൻഡ് ഓൾമോസ്റ്റ് പിന്നെ ലാസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് സ്ക്വീസ് ചെയ്തിട്ട് വേണം അത് ഫ്രഷ് ആണോ അല്ലയോ എന്ന് അറിയാൻ. അപ്പോൾ കുട്ടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ആകെ 2 പ്രാവശ്യം ഈ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അതിൽ രണ്ടാമത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ ബേക്കർ ഇപ്പം എന്നെ ബ്രെഡ് സ്ക്വീസ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അമ്മ ചോദിക്കുവാണ്, അപ്പോൾ ബേക്കർ ബ്രെഡിൻ്റെ അടുത്ത് പോലും, അതായത് നിന്നെ സ്ക്വീസ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സ്ത്രീ ആയിട്ടാണോ അപ്പോൾ നീ വളരാൻ പോകുന്നത് എന്ന് ആര് ചോദിക്കുവാണ്? അമ്മ ചോദിക്കുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്കിതിനകത്ത് ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. മദർ എന്ന് പറയുന്നത് അതായത് ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അടുത്ത് അമ്മയുടെ ക്വാളിറ്റീസ് ആയിരിക്കും നമ്മളെപ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ നോക്കുന്നത്. അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഒരു സ്ത്രീകൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ അമ്മയെ നോക്കിയായിരിക്കും റോൾ മോഡൽസ് പോലെ നോക്കുന്നത്. അമ്മയായിരിക്കും നമ്മളുടെ അടുത്ത് ബേസിക് പേർപ്പസസ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ റോൾ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നതും, ഒരു സ്ത്രീ എങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനത്തുള്ള കണ്ടീഷൻസ് ഒക്കെ ആദ്യമേ നമുക്ക് പറഞ്ഞു തരുന്നതും അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ ആയിരിക്കും. അപ്പം ഇവിടെ ഒരു ബോണ്ട് ബിറ്റ്വീൻ മദർ ആൻഡ് ഡോട്ടറാണ് ഇവിടെ സെൻട്രലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെ ഒരു ഫെമിനൈൻ ഡിഗ്നിറ്റി ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് വുമണായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി വുമണായിട്ട് ജീവിക്കാം, നല്ല ക്വാളിറ്റീസ് ഉള്ളൊരു സ്ത്രീയായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് പറയുവാണ്. അപ്പം ഈ ഓൾമോസ്റ്റ് ഇവരുടെ എല്ലാ സ്റ്റോറീസിനകത്ത് ഈ ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇവരിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അമ്മയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂ ഉള്ളൊരു കുട്ടി ഒരു ഡോട്ടർ ആവാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർ അങ്ങനെ ഒരു അഭിപ്രായം പെടുന്നൊരു സ്ത്രീയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഡോട്ടർ എന്ത് ചെയ്തിട്ടുള്ളത്, റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡോട്ടറിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് അമ്മ ഇങ്ങനെ പറയുവാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇന്ന കാര്യങ്ങൾ നമുക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയിപ്പോവും, അല്ലെങ്കിൽ നീ സ്ലട്ടായി പോവും എന്നൊക്കെ ആര് പറയുവാണ്? നമ്മുടെ അമ്മ പറയുവാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് തീംസ് എന്ന് പറയുന്നത് മദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നത്. ആൻഡ് ദെൻ അനദർ തിങ് എന്ന് പറയുന്നത് അമ്മ കുറച്ചുകൂടി കൺട്രോളിങ് ആയിട്ടുള്ളൊരു അമ്മയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയാൽ ഉണ്ടായേക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്താണ്, അതായത് ഡേഞ്ചർ ഓഫ് ബീങ് എ വുമൺ. ഒരു നെഗറ്റീവ് കാര്യങ്ങൾ എന്താണ്, അതായത് ഫസ്റ്റ് ഡോട്ടറിൻ്റെ സെക്ഷുവാലിറ്റിയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡോണ്ട് ബി എ സ്ലട്ട് എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടി അപ്പോൾ അഡൽട്ട്ഹുഡിലോട്ട് അല്ലെങ്കിൽ അഡോളസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലോട്ട് എത്തുവാണ്. അപ്പം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ലെങ്കിൽ കുട്ടി സെക്ഷുവലി പ്രൊമിസ്ക്വസ് ആയിട്ട് മാറുമെന്ന് അമ്മയ്ക്കൊരു പേടി. അപ്പോൾ അവളുടെ ഓരോ ബിഹേവിയറും ഇവൾ റീതിങ്ക് ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനെന്നാണ് അമ്മ പറയുന്നത്. അതായത് സെക്ഷുവാലിറ്റി റെസ്പെക്ട് ചെയ്ത് പ്യുവറായിട്ട് ജീവിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആണുങ്ങൾക്കൊരു റോങ് പിക്ചർ കൊടുത്ത് ജീവിക്കാതിരിക്കുക. പിന്നെ മദർഹുഡ് അല്ലെങ്കിൽ വുമൺഹുഡ് എന്ന് പറയുന്നത് അമ്മ ഇവിടെ ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു അഫെയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ സ്ലട്ടായി മാറുമെന്ന് പറയുവാണ്. അപ്പോൾ ഈ ഗേൾ ഇത്രയ്ക്ക് ഡെലിക്കേറ്റ് ആണെന്ന് അമ്മ തന്നെ പറയുവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു ഡോട്ടർ ബിഹേവ് ചെയ്യണം അതാണ് ഈ ഒരു ഇതിനകത്ത് സെൻട്രൽ സ്റ്റോറി എന്ന് പറയുന്നത്. അനദർ വൺ എന്ന് പറയുന്നത് തീം എന്ന് പറയുന്നത് ഈ ഡൊമസ്റ്റിക് മാറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ടെങ്കിൽ, നോളജ് ഉണ്ടെങ്കിൽ അത് നമ്മളെ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കും എന്നാണ് ഇവിടെ അമ്മയുടെ ഒരു അഭിപ്രായം. അതായത് അമ്മയ്ക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് മാറ്റേഴ്സിൽ മാത്രം കുട്ടി നല്ലപോലെ ഇരിക്കുക, സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ നല്ലപോലെ ഇരിക്കുക, പ്യുവർ ആയിട്ടുള്ളൊരു സ്ത്രീയായിട്ട് ജീവിക്കുക. അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവണമെന്നൊന്നും അമ്മ പറയുന്നില്ല ഇവിടെ. ഓക്കെ, അതിനൊന്നുള്ളൊരു പ്രിപ്പറേഷനൊന്നും ഇല്ല. അതായത് ഒരു വീട്ടിൽ പ്രൊഡക്റ്റീവ് മെമ്പർ ആയിരിക്കണം. ആൻഡ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ മെൻ ഫോർ ഹർ ഡെയിലി നീഡ്സ്. ഇതാണ് അമ്മ പറയുന്നത്. പിന്നെ മെഡിസിൻ ഉണ്ടാക്കാൻ പഠിക്കുക. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വയ്യാതായാലോ അവൾക്ക് വയ്യാതായാലോ ഹസ്ബൻഡിന് വയ്യാതായാലോ ഈ മെഡിസിനൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടഡ് പേഴ്സൺ ആയിട്ട് മാറുക ആ വീട്ടിലെ ഹൗസ് ഹോൾഡ് ചോർസും അതുപോലെ തന്നെ ഫാമിലിക്കും അവൾക്കും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ സിംബോളിസമാണ്. ഏതൊക്കെ സിമ്പിൾസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ബെന്ന എന്നുള്ളൊരു സിമ്പിൾ യൂസ് ചെയ്തിരിക്കും. ബെന്ന എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു ഈ ഗോസിപ്പ് ടൈപ്പ് ഓഫ് പാട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സെക്ഷൽ അണ്ടർടോൺസ് വരുന്ന പാട്ടാണ് ബെന്ന. അതൊരു ആൻറ്റിഗ്വ എന്നുള്ള സ്ഥലത്തുള്ളൊരു ഫോക്ക് സോങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുറച്ച് റൂമേഴ്സും ഗോസിപ്പും കുറച്ച് ഒബ്സീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൽ അണ്ടർടോൺസ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ഈ വലിയ വളർന്ന പെൺകുട്ടികൾ പാടി നടക്കണ്ട, എസ്പെഷ്യലി സൺഡേ സ്കൂളിലോ ചേർച്ചിലോ ഒന്നും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അപ്പോൾ കുട്ടി പറയുന്നുണ്ട് ഞാനത് പാടത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മ അതിൽ വെറീഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിനൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ എന്തിനു വേണ്ടി ഈ ഒരു വാർണിംഗ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫിസിക്കൽ റിലേഷൻഷിപ്സിലൊന്നും ചെന്ന് പെടരുത് എന്ന് പറയുകയാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫുഡ് എന്ന് പറയുന്നത് ഒരു സിംബോളിക്കലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫുഡ് ഉണ്ടാക്കാൻ അറിയണം, ഫുഡ് അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തതെന്ന് പറയുന്നത്. പിന്നെ ക്ലോത്തിങ് ആണ് പറയുന്നത്. ക്ലോത്തിങ് വഴിയും ഇതുപോലെ അതായത് ക്ലോത്ത്സ് എങ്ങനെ കഴുകിയിടണം, എപ്പോൾ കഴുകിയിടണം, ഏതൊക്കെ ദിവസങ്ങളിൽ കഴുകിയിടണം എന്ന് പറയുന്നുണ്ട്. ലിറ്റിൽ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണങ്ങിയാൽ ഉടനെ തന്നെ എടുത്ത് മാറ്റുക എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്നർ ഗാർമെൻറ്റ്സ്. ഓക്കെ, പിന്നെ കാറ്റഗോറിക്കലി അത് പറയുന്നുണ്ട്, ഓരോ ദിവസം ഓരോ ക്ലോത്ത്സ് വേണം കഴുകിയിടാനെന്നുള്ളത്. വൈറ്റ് ആൻഡ് കളേർഡ് ക്ലോത്ത്സിനെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കോട്ടൺ ക്ലോത്ത്സുകൾ ഇടാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ്സിങ്ങിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പം ഒരു സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് ട്രഡീഷണൽ ആയിട്ടുള്ള മദർ ഡോട്ടർ റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു കുട്ടി എങ്ങനെ അഡൽട്ട്ഹുഡിനെ എംബ്രേസ് ചെയ്യണം, അല്ലെങ്കിൽ വുമൺഹുഡിനെ എങ്ങനെ വേണം എംബ്രേസ് ചെയ്യാൻ. അമ്മ ഇവിടെ വളരെ അധികാരത്തോടു കൂടി ഒരു അതോറിറ്റേറ്റീവ് പവറായിട്ട് വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് പറയുന്നത്. കുട്ടിക്ക് യാതൊരുവിധ വോയിസും ഇല്ല, 2 തവണ മാത്രമേ ഈ കുട്ടി ഇതിനകത്ത് സംസാരിക്കുന്നുള്ളൂ താനും. അപ്പം പിന്നെ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിനകത്തും ഈ ഒരു തീം തന്നെയാണ് നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ തീംസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്. പിന്നെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, സെക്ഷൽ പ്യൂരിറ്റിയെ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ബെന്ന എന്നുള്ള സോങ് പാടരുത്, പിന്നെ ആണുങ്ങളെ കാണുമ്പം ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്, കുത്തി ചെയ്യുന്നത് അതായത് സ്ക്വാറ്റ് ചെയ്ത് മാർബിൾസ് കളിക്കരുത്, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിനെ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യണമെന്നും, ഹസ്ബൻഡ് അഥവാ ഡോമിനേറ്റഡ് ആയില്ലെങ്കിൽ അത് നീ വിഷമിക്കരുതെന്ന് പറയുന്നതും അതൊക്കെ. പിന്നെ അഗ്രികൾച്ചറിൽ നടത്തുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ മറ്റേ ചെടിയൊക്കെ എവിടെ നടണം, ദൂരെ വേണം നടാൻ, ചില ചെടികൾക്ക് നല്ലപോലെ വെള്ളം വേണം, അതൊക്കെ പറഞ്ഞില്ലേ. അതാണ് അഗ്രികൾച്ചറിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ ബ്രെഡ് സ്ക്വീസ് ചെയ്യുന്ന കാര്യം എന്താണ്, ഫ്രഷ് ആണോ അല്ലയോ എന്ന് സ്ക്വീസ് ചെയ്താൽ അറിയാമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു സ്ത്രീയുടെ ഡൊമസ്റ്റിക് ലൈഫിനെ കുറിച്ച് എങ്ങനെയാണ് ഈ ഒരു പോയം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെ എഴുതുക, എങ്ങനെയൊക്കെ റോൾസൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ അച്ഛൻ്റെ ഫാദേഴ്സ് ക്ലോത്ത്സിൻ്റെ കളർ എന്താണ്, കാക്കി പാൻറ്റാണ്, അതൊരു ചുളിവുമില്ലാതെ കഴുകണമെന്ന് പറയുന്നത്, തേക്കണം എന്ന് പറയുന്നുണ്ട്, അയൺ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. സൺഡേസിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നേരെ ചൊവ്വേ നടക്കുക, ലേഡീസ് നടക്കുക. സൺഡേ സ്കൂളിൽ പോയി ബെന്നാസ് ഒന്നും പാടരുതെന്ന് പറയുന്നു. തിരിച്ചു വരുമ്പോൾ ആൺകുട്ടികളെ കാണുമ്പോൾ ആരെ നോക്കി ചിരിക്കണം, ആരെ നോക്കി ചിരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.